എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലേൺ എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ HSC ഫിസിക്കൽ സയൻസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇതുവരെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മൾ കുറച്ച് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സിനും റെഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിനെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ചായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഈ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരെ പോയി ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് BSc ഫിസിക്സ് അല്ലെങ്കിൽ BSc കെമിസ്ട്രിയുടെ കേരള യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ MGA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഡൗൺലോഡ് ചെയ്യാം. ആ സിലബസിൽ തന്നെ കാണും ഓരോ ടോപ്പിക്സിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്സ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണും, റെഫറൻസ് ബുക്സിൽ ഒരു ടോപ്പിക്കിന് അല്ലെ ഒരു മൊഡ്യൂളിൽ തന്നെ 5-6 ബുക്സ് അവിടെ കാണും. അപ്പം അതിൽ ഞാൻ ജസ്റ്റ് ഫിസിക്സിൻ്റെ മാത്രമാണ് പറയുന്നത്. അപ്പം കെമിസ്ട്രി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എടുത്ത് നോക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സിലബസിനകത്ത് ഓരോ ടോപ്പിക്സിനും വേണ്ടിയിട്ടുള്ള, അതായത് ഓരോ മൊഡ്യൂളിൻ്റെയും ടെക്സ്റ്റ് ബുക്സ്, സ്റ്റാൻഡേർഡ് റെഫറൻസ് ടെക്സ്റ്റ് ബുക്സിൻ്റെ പേര് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ റെഫർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ഒരു വലിയൊരു ടയറിങ് പ്രോസസ്സാണ്. അത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് നമുക്കൊന്നും തീർക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമുക്ക് ജസ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്സ്റ്റ് ബുക്സിൻ്റെ പേരുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ പാർട്ട് ബിയിൽ മൊഡ്യൂൾ 1, ഞാൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയുടെ കാര്യമാണ്, ഫിസിക്സ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ മൊഡ്യൂൾ 1 എടുക്കാം. മൊഡ്യൂൾ 1 പാർട്ടിക്കിൾ ഡൈനാമിക്സിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പറയുന്നുണ്ട്, റൊട്ടേഷണൽ ഡൈനാമിക്സ്, കൺസർവേഷൻ ലോസ്. അപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് നോക്കാനായിട്ട് നമുക്ക് മെക്കാനിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്, അല്ലെ, നമ്മൾ ഡിഗ്രിക്കൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളത്, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അത് ഹൻസ് ആൻഡ് പുരി എന്ന് പറയുന്ന ഓതേഴ്സ് എഴുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഹൻസ് ആൻഡ് പുരി, അതുപോലെ തന്നെ JC ഉപാധ്യായ, അല്ലെ. അത് നമുക്ക് ഫേമസ് ആയിട്ടുള്ള, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓതറാണ് JC ഉപാധ്യായ. അപ്പോൾ മെക്കാനിക്സ് ബൈ ഹൻസ് ആൻഡ് പുരി ഓർ JC ഉപാധ്യായ, ഇത് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഈ SHM, അതുപോലെ തന്നെ അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഓസിലേഷൻസ്, വേവ്സ്, ഇതുമൊക്കെ എന്താണ് ഈ ഒരു മെക്കാനിക്സിൽ കാണാൻ പറ്റുന്നതാണ്. അത് നെക്സ്റ്റ് ടോപ്പിക്സ് ആണ് ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ്, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി. അപ്പോൾ ഇത് കാണുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് DS മാഥുർ എന്ന് പറയുന്ന ഓതറിന്റെ ഉണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, നമ്മൾ ഡിഗ്രിക്കൊക്കെ യൂസ് ചെയ്യുന്ന ബുക്കാണ്. അതുപോലെ ബ്രിജ്ലാൽ ആൻഡ് സുബ്രഹ്മണ്യം, അതായത് ഒരുപാട് ടോപ്പിക്സിന് ഇവരുടെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് യൂസ് ചെയ്യാം. അതായത് എനിക്ക് തോന്നുന്നു എസ്ചന്ദ് എന്ന് പറയുന്ന പബ്ലിക്കേഷൻ്റെ ആണ്. നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പം അവിടുത്തെ കോളേജിലെ ലൈബ്രറിയിൽ ഏറ്റവും കുറേ കാണാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് എസ്ചന്ദിൻ്റെ ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്നത്. സോ അതിൽ ഈ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ബൈ എസ്ചന്ദ് പബ്ലിക്കേഷൻ, ദാറ്റ് ഈസ് റിട്ടൺ ബൈ ബ്രിജ്ലാൽ ആൻഡ് സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ തന്നെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തു പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ മാത്രം നമ്മൾ റെഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അതുപോലെ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്, ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ആൾട്ടർനേറ്റിംഗ് കറണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഇത് നമുക്ക് റെഫർ ചെയ്യാനായിട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതായത് ബൈ മുരുകേശൻ എന്ന് പറയുന്ന ഓതറിന്റെ ടെക്സ്റ്റ് ബുക്ക്, ഓർ KK തിവാരി എന്ന് പറയുന്ന ഓതറിന്റെ ടെക്സ്റ്റ് ബുക്ക്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇതിൽ തന്നെ ഈ ഒരു പോർഷൻ ആണ് നമ്മൾ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് സെമി കണ്ടക്ടർ ഫിസിക്സ്, ദാറ്റ് ഇസ് ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്. ഇതെല്ലാം നമുക്ക് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ഉള്ള നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് BL തെരേജ, ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഡിഗ്രിക്ക് യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സിന്റെ ടെക്സ്റ്റ് ബുക്കാണ് BL തെരേജ, അതിൽ നമുക്കിത് കാണാം. നെക്സ്റ്റ് കംസ് മൊഡ്യൂൾ 3 നോക്കുവാണെങ്കിൽ ഇത്രയും ഭാഗം ഒപ്റ്റിക്സ് ആണ്, അല്ലെ. റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, ഇന്റർഫറൻസ്, ലേസേഴ്സ്, ഇതെല്ലാം നമുക്ക് ഒപ്റ്റിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക്, അതായത് ഒരു ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് അജോയ് ഘട്ടക്കിന്റെ ഒപ്റ്റിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക്, അത് റെഫർ ചെയ്യാവുന്നതാണ്. ദെൻ
പിന്നെ എഗെയിൻ ബ്രിജ്ലാൽ ആൻഡ് സുബ്രഹ്മണ്യത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് റെഫർ ചെയ്യാം. മുരുകേഷിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നെക്സ്റ്റ് കംസ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ ഇതേപോലെ തന്നെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, അത് ഡി എസ് മാത്തൂറിന്റെ ബുക്ക്. അതുപോലെ ബ്രിജ്ലാൽ ആൻഡ് സുബ്രഹ്മണ്യത്തിന്റെ ബുക്കുണ്ട്. അതിൽ ഈ ഹീറ്റ് എൻജിൻസും എൻട്രോപ്പി, ഇതിന്റെ തെർമോഡൈനാമിക്കൽ ലോസ് കാര്യങ്ങളെല്ലാം എന്താണ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അത് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ എൻസെമ്പിൾ, ഫേസ് സ്പേസ്, മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ബൈ പാത്രിയ, എനിക്ക് തോന്നുന്നു R.K. പാത്രിയ അങ്ങനെയാന്ന് തോന്നുന്നു, ആ ഓഥറിന്റെ പാത്രിയ എന്ന് പറയുന്ന ഓഥറിന്റെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് വരെ മതി. അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും നമുക്ക് നോക്കണ്ട, നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് കംസ് മൊഡ്യൂൾ 4 അല്ലെ. മൊഡ്യൂൾ 4 നമുക്ക് നോക്കുവാണെങ്കിൽ തന്നെ ആറ്റം മോഡല്, അതുപോലെ ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ്, അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ, ഫിഷൻ, ഫ്യൂഷൻ, എലമെന്ററി പാർട്ടിക്കിൾസ്, ഇതൊക്കെ എന്താണ് നമുക്ക് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതുപോലെ മോഡേൺ ഫിസിക്സ് ഉണ്ട്. മോഡേൺ ഫിസിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജി അരുൾദാസ് എന്ന് പറയുന്ന ഓഥറിന്റെ, അരുൾദാസ് സാറിന്റെ ബുക്കാണ്, ജി അരുൾദാസ് സാറിന്റെ ബുക്കാണ് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത്. ആ ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതും നമ്മൾ ഡിഗ്രിക്ക് യൂസ് ചെയ്യുന്ന നല്ലൊരു ബുക്കാണ്. പിന്നെ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ക്രിസ്റ്റൽ സിമെട്രി, അതൊക്കെ എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ് അല്ലെ. ബ്രാഗ്സ് ലോ ഒക്കെ നമ്മൾ പഠിക്കും, മില്ലർ ഇൻഡിസസ്, അതൊക്കെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. ഈ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്കാണ് SO പിള്ളയുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ ബുക്ക്, അല്ലെങ്കിൽ നമ്മൾ വഹാബിന്റെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. വഹാബ്, അലിയോമർ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഈ പോർഷൻസ് ഒക്കെ ഒന്ന് വായിച്ചാൽ മതി. ഇതാണ് SO പിള്ള അല്ലെങ്കിൽ വഹാബിന്റെ ടെക്സ്റ്റ് ബുക്ക്, നമുക്ക് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾ നോക്കുമ്പം വേവ് നേച്ചർ ഓഫ് മാറ്റർ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വേവ് മെക്കാനിക്സ്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, അല്ലെങ്കിൽ ഐഗൻ ഫംഗ്ഷൻസ്, ഐഗൻ വാല്യൂസ്, ക്വാണ്ടം മെക്കാനിക്സ് അല്ലെ. ഈ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്ക്, അരുൾദാസ് സാറിന്റെ ബുക്ക് തന്നെ അല്ലെ. ജി അരുൾദാസ് സാറിന്റെ ബുക്ക് ഉണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് ബൈ ജി അരുൾദാസ് എന്ന് പറയുന്നത്. നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്, നമ്മൾ ഡിഗ്രിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. കുറച്ച് ക്രിസ്പ് ഫോർമാറ്റിലൊരു ടെക്സ്റ്റ് ബുക്കാണ് അല്ലെ. നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണത്, അരുൾദാസ് സാറിന്റെ ടെക്സ്റ്റ് ബുക്ക്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതിനകത്ത് ഈ പാർട്ടിക്കിളിന്റെ ബോക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ആ ബുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ അടുത്ത പോർഷനിൽ സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. രാമൻ ഇലക്ട്രോണിക് റൊട്ടേഷണൽ വൈബ്രേഷണൽ NMR സ്പെക്ട്രോസ്കോപ്പി. സോ ഈ സ്പെക്ട്രോസ്കോപ്പി ഒക്കെ നമുക്ക് എന്താണ്, സ്പെക്ട്രോസ്കോപ്പിയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അല്ലെ. അത് ആരുടെയാണ്, അരുൾദാസ് സാറിന്റെ തന്നെ, ജി അരുൾദാസ് ഓഥറിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ R മുരുകേഷൻ അല്ലെ, മുരുകേഷൻ എന്ന് പറയുന്ന ഓഥറിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഏകദേശം ഫിസിക്സ് ടോപ്പിക്സിൽ ഞാൻ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത്. സോ ഇത് ഒരുപാടുണ്ട്, സത്യം പറഞ്ഞാൽ ഇത്രയും നീണ്ട ഒരു ലിസ്റ്റ് ആണ് ഉള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ ടെക്സ്റ്റ് മാക്സിമം നമ്മൾ നോക്കാമല്ലോ, അതെല്ലാം കൂടെ നമ്മൾ നോക്കാൻ പോയാൽ അതൊരു എന്താണ്, ഒരു ലോങ് പ്രോസസ്സായി മാറും. നമ്മൾ ഇതിൽ PhD എടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് നമുക്ക് കാര്യം മനസ്സിലായി നമ്മൾ എക്സാമിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒരുപാട് വലിച്ചു വാരി നിങ്ങൾ റെഫർ ചെയ്യാതെ ആവശ്യമുള്ളത് മാത്രം എടുത്ത് നമുക്ക് ഈ ബുക്സിൽ നിന്നൊക്കെ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കെമിസ്ട്രിയുടെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ഇതുപോലത്തെ ടെക്സ്റ്റ് ബുക്സ് കണ്ടുപിടിക്കാവുന്നതാണ് ബൈ എന്താണ്, നിങ്ങൾ ആ ഒരു സിലബസ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സിലബസ് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ സിലബസ് അതിനകത്ത് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളുടെ പേരുകൾ കാണാം. അത് ഇതുപോലെ തന്നെ ഒരു ലോങ് ലിസ്റ്റുകളാണ്. അതിൽ നിന്ന് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ബുക്കുകൾ ഉണ്ടാവുമല്ലോ, അത് വായിച്ചാലും മതി. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അമോർഫസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ഡിഫെക്ട്സ്, ഇതൊക്കെ SO പിള്ളയുടെ SO പിള്ള എന്ന് പറയുന്ന സാറിന്റെ ഓഥറിന്റെ ബുക്ക്, അതായത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ ബുക്കിൽ ഇതുമൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എന്താണ്, രണ്ട് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ടെക്സ്റ്റ് ബുക്കിലൊക്കെ കുറച്ച് കോമൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നതാണ്. സോ അത് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, subscribe, and follow my channel. Thank you for watching.